LDF സ്ഥാനത്ത് സ്വരാജിന്റെ പര്യടനവും തുടങ്ങിയിട്ടുണ്ട്. സെയ്ഫ് സൈനിലാബ്ദീൻ ചേരുന്നു വിവരങ്ങളുമായി. സെയ്ഫ്, എവിടെയാണ് സ്വരാജിന്റെ പര്യടനം? സ്വരാജിന്റെ ജന്മനാടായ സ്വരാജ് ജനിച്ചു വളർന്ന പോത്തുകൽ പഞ്ചായത്തിലാണ് സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം. അജിംസ് വാഹന പര്യടനം രാവിലെ 8 മണി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. സ്വരാജിന്റെ വീടിരിക്കുന്ന ഭാഗങ്ങൾ കൂടിയാണ് ആ വാഹന പര്യടനം ഇപ്പോൾ കടന്നു പോകുന്നത്. പോത്തുകൽ പഞ്ചായത്ത് മുഴുവനായിരിക്കും ഇന്ന് പ്രചരണം ഉണ്ടാവുക. ഇന്നലെ LDFന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് കൺവെൻഷനുകൾ ഏകദേശം പൂർത്തിയായിരുന്നു. ഒരു പഞ്ചായത്ത് കൂടി മാത്രമാണ് ബാക്കിയുള്ളത്, കരുളായി പഞ്ചായത്ത്. കരുളായി പഞ്ചായത്തിലെ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മറ്റ് നേതാക്കളെല്ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. CPMന്റെ സീനിയർ ലീഡേഴ്സ്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, PB അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കൂടുതൽ നേതാക്കന്മാർ ഇവിടെ ഇല്ല. കാരണം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനറും PB ചുമതലയുള്ള മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള A വിജയരാഘവനും എല്ലാം ഡൽഹിയിലാണ് ഉള്ളത്. അവർ നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ തിരികെ എത്തുകയുള്ളൂ. MV ഗോവിന്ദൻ മറ്റന്നാൾ മുതൽ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുന്നവരെ ഇവിടെ ഉണ്ടാകും. ഇവിടെ ക്യാമ്പ് ചെയ്താണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ തുച്ഛമായ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ. അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതുകൊണ്ട് വേഗത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളുടെയും പര്യടനം പൂർത്തിയാക്കി വീടാന്തര വോട്ട് തേടുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. 2,32,000 പരം വോട്ടുണ്ട്. 1,80,000 പരം പോളിംഗ് ഇവിടെ നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവരെ എല്ലാം നേരിട്ട് കാണുക എന്നുള്ളതാണ് ഇവരെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതെങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ള ആശങ്ക അവർക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് പാർട്ടി അണികളെ പരമാവധി വീടുകളിൽ എത്തിച്ച് വോട്ട് തേടുക എന്നുള്ള തന്ത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പയറ്റിക്കൊണ്ട് ഇരിക്കുന്നത്. ഒരു ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ നേതാക്കന്മാർ എത്തിച്ചേരുന്നതോടുകൂടി രാഷ്ട്രീയ പോരാട്ടം കൂടി കനക്കുകയും ചെയ്യും. ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിൽ UDFന്റെ ഒരു അജണ്ട എന്തായിരിക്കുമെന്ന ഒരു സൂചന KC വേണുഗോപാൽ നൽകിയിരുന്നു. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി പറഞ്ഞതായി പറയപ്പെടുന്ന പരാമർശവും അതുപോലെ തന്നെ നിലമ്പൂരിന്റെ വികസനവും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിന്റെ അജണ്ടയുടെ ഭാഗമായി എത്തിച്ചേരുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കലും എല്ലാം എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് നേതാക്കന്മാരുടെ പ്രതികരണം, ഇടതുമുന്നണി നേതാക്കന്മാരുടെ പ്രതികരണം വരും സമയങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തിനൊരു ചൂടുണ്ടാവുക. അത് വരും ദിവസങ്ങളിൽ കൂടുതലായി ഉണ്ടാകും. അജിംസ്.